അപ്പോ നല്ല ഹോട്ട് പാനില് ബീഫ് ഹിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സിസ്ലിംഗ് സൗണ്ട് ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ നമ്മുടെ കറി ലീവ്സിന്റെ ആ ഒരു ഗുഡ് സ്മെല്ലും, പിന്നെ ഫയറി കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ ചില്ലീസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് റെഡ് ചില്ലീസ് യൂസ് ചെയ്യാം. റെഡ് ചില്ലീസും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഡിഷ് ആയാലും ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം, വാ. അപ്പൊ ഇതാണ് മൈ വേർഷൻ ഓഫ് ബീഫ് ഡ്രൈ ഫ്രൈ. ഇതിനു വേണ്ടി ഇതുപോലൊരു ബീഫ് സ്റ്റേക്ക് എടുക്കാം. ഇതൊന്ന് മീഡിയം സൈസ്ഡ് ചങ്ക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് ചങ്ക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബീഫും പിന്നെ മസാല പൗഡേഴ്സും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് 2 വിസിൽ വരുന്നത് വരെ ആയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട മസാല മിക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മസാല മിക്സ് തിക്കാക്കിയിട്ട് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ് ദ മസാല കോട്ട് ബെറ്റർ. ഈ ഒരു മീറ്റ് അധികം സോഫ്റ്റ് ആവാണ്ട് എന്നാൽ ഒരു ഇത്തിരി ടെൻഡർ ആയിട്ട് കിട്ടുന്ന രൂപത്തിലാവണം ഇത് കുക്ക് ചെയ്തെടുക്കണ്ടേ. ഞാനിവിടെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫിന്റെ സ്റ്റോക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു മസാല മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചുള്ള ഈ ഒരു ബീഫ് സ്ട്രിപ്സ് ഒക്കെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ചൂടായിട്ടുള്ളതാ ഈ ഒരു പാനിലേക്ക് നമുക്ക് ക്രഷ്ഡ് ഗാർലിക്കും ഡ്രൈഡ് റെഡ് ചില്ലീസും കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് ഒന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് സെയിം ഓയിലിലേക്ക് മസാല കോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ബീഫ് ബാച്ചസ് ആയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്യൂട്ടിഫുള്ളി ബ്രൗൺഡ് ബീഫ് ഇവിടെ റെഡി.